നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് സോൾ കോൺട്രാക്റ്റിനെ പറ്റിയാണ്. ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് എന്താണ് സോൾ എന്നും സോൾ കണക്ഷൻസിനെ പറ്റിയിട്ടും. നമുക്ക് ചുറ്റും കാർമിക്സ് ഉണ്ടാവും, സോൾമേറ്റ്സ് ഉണ്ടാവും, ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവും. പക്ഷെ എന്താണ് സോൾ കോൺട്രാക്റ്റ്? നമ്മളും നമ്മളെപ്പോലെ വേറൊരാളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്. ഇവിടെ നമ്മളൊരു ഹ്യൂമൻ ബോഡി എന്നതിനേക്കാൾ ഉപരി ഒരു സോളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ മനുഷ്യരല്ലാതെ വേറെ പല കണക്ഷൻസും, അതായത് ആനിമൽസ് ആവാം, ബേർഡ്സ് ആവാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ ആ ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. ഈച്ച എന്ന് പറയുന്നൊരു സിനിമ കാണാത്ത ആളുകൾ കുറവായിരിക്കും. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സോൾ കണക്ഷനാണത്. ആ ഒരു ഈച്ചയും അതിലുള്ള ആ ഒരു ഹീറോയിനും തമ്മിലുള്ളൊരു ലവ്. അതുപോലെ അത് വെറും ഒരു ഫിലിമാണ്. പക്ഷേ നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ് ആവാം, ഇനി നമ്മൾ വളർത്തിയ നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ച പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഒന്നും ആവണമെന്നൊരു നിർബന്ധവുമില്ല. എവിടുന്നോ വന്ന തത്ത, അതുപോലെ പ്രാവ്, ഇങ്ങനത്തെ നമ്മളുമായിട്ട് യാതൊരു കണക്ഷൻ അവർക്ക് ഇല്ല. നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ അത് സ്പിരിച്വലി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവും. എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ്. ഏതോ ഒരു മുജ്ജന്മ ബന്ധം പോലെ അത് നമ്മളടുത്ത് വരികയും നമ്മളുമായിട്ട് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യും. കുറേ കാലം അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അത് നമ്മളടുത്ത് തന്നെ ആയിരിക്കും അത് മരണപ്പെടുന്നുണ്ടാവുക. പക്ഷെ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. നിങ്ങൾ പലപ്പോഴും ഈ സ്റ്റാറ്റസിലൊക്കെ, അതായത് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കുന്ന സമയത്ത് പലതവണയായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നും യാദൃശ്ചികമല്ല. ഏതൊരാൾ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാവും എന്ന്. അത് സത്യമാണ്. ആരുടെ വാക്കുകളാണ് ഇതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് സത്യമാണ്. ചിലപ്പോൾ നമുക്ക് 1-2 ദിവസത്തെ ഒരു പരിചയം മാത്രമായിരിക്കും ഉണ്ടാവുക. അവരെന്തിനാണ് നമ്മുടെ ലൈഫിൽ വന്നതെന്നോ എന്തിനാണ് അവർ പോയതെന്നോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ ഒരു കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു ലെസൺ തന്നിട്ടായിരിക്കും പോവുക. അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. അവർ നമ്മൾ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളെ? തീർച്ചയായും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ലൈഫിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. തീർച്ചയാണ്. കാരണം ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷന് നമ്മളുമായിട്ട് പരിചയമില്ലാത്ത ഒരാൾ, അത് ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കണം എന്നില്ല, നമുക്ക് ഒന്നും അറിയില്ല ആ ആളെ പറ്റി. പക്ഷെ ആ ആളായിരിക്കും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫുഡ് തന്നിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ക്യാഷ് തന്നിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു വാക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തമായ ഇടപെടലോ കൊണ്ട് നമ്മൾ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആ ആൾ വന്ന് ഹെൽപ്പ് ചെയ്ത് ആ ആൾ പോവും. ചിലപ്പോൾ ഒരു താങ്ക് യു പോലും പറയാൻ നമുക്ക് പിന്നെ അവരെ കാണാൻ പറ്റിയെന്നോ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ തന്നെ ആ മനുഷ്യൻ എവിടെ പോയി എന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സോ എന്താണിത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോൾ കോൺട്രാക്റ്റ്.
നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ സോള് മറ്റ് സോൾസുമായി ചില കോൺട്രാക്ട്സിൽ ഏർപ്പെടുന്നുണ്ട്. അത് സോൾമേറ്റ് ആവാം, കാർമിക് ആവാം, ട്വിൻ ഫ്ലെയിംസ് ആവാം. ഈ മൂന്നിനെയും പറ്റി ഈ ഒരു 3 റിലേഷൻഷിപ്പിനെയും പറ്റി ഒരുപാട് വീഡിയോസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടുന്ന 2 റിലേഷൻഷിപ്പാണ് കാർമിക്കും സോൾമേറ്റ്സും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ആനിമൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല ന്യൂസും, പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ, നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉണ്ട്. ഒരു പ്രായമായ ഒരു സ്ത്രീ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക, ഒരമ്മ. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വീട്ടിലൊരു പട്ടി ഉണ്ടാവും. അതായിരിക്കും ഇവർക്ക് എല്ലാമായിട്ട് അവിടെ മാറുന്നുണ്ടാവുക. അവരുടെ ഏത് ക്രൂഷ്യൽ സിറ്റുവേഷനും ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ന്യൂസ്, ഇപ്പോഴൊന്നല്ല, കുറേ കാലം മുൻപ് ഒരമ്മ സുഖമില്ലാതെ വീണ സമയത്ത് ഫോൺ ഡയൽ ചെയ്ത്, അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അത് കുരയ്ക്കുകയും ഏത് നമ്പറിൽ നിന്നാണ് കോൾ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പോയിട്ട് ഈ അമ്മയെ രക്ഷിക്കുകയും ചെയ്തൊരു സിറ്റുവേഷൻ കുറേ കാലം മുൻപാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? കാരണം അതൊരിക്കലും ഒരു കാർമിക് റിലേഷൻ അല്ല, അതൊരു സോൾമേറ്റ് റിലേഷൻഷിപ്പാണ്. സോ ഇവിടെ ആ ഒരു ഫിസിക്കൽ ബോഡി എന്നതിനേക്കാൾ ഉപരി ആ ഒരു സോളിനാണ് ഇവിടെ പ്രത്യേകതയുള്ളത്, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നത് ഒരേ സോളാണെന്നും ഇതെല്ലാം ഒന്നിൽ നിന്നും വന്നതാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. എല്ലാം പരസ്പരം ഹെൽപ്പ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കാർമിക്സോ? സത്യത്തിൽ കാർമിക്സ് നമ്മുടെ ശത്രുക്കളാണോ? ഒരിക്കലുമല്ല. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പോളിഷ് ചെയ്തെടുക്കുന്നത്. നമ്മളെ പ്യുവറാക്കി കൊണ്ടുവരുന്നതിൻ്റെ വലിയൊരു പങ്ക് കാർമിക്സിനാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു, നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു, നമുക്ക് താങ്ങാൻ പറ്റാത്ത പെയിൻ അത് ശരീരത്തിനായിട്ടും മനസ്സിനായിട്ടും നമുക്ക് തരുന്നു, നമുക്ക് ബാധ്യതകൾ തന്നു വയ്ക്കുന്നു. ഇനി റിലേഷൻഷിപ്പിലാണെങ്കിലും അതും മനസ്സിന് വലിയൊരു ആഘാതം തന്നിട്ട് അവർ പോകുന്നു. എന്തിന്? ഇവിടെ മനസ്സിലാക്കുക, ഓരോ കാർമിക്സും നമ്മുടെ ലൈഫിൽ വന്ന് പോകുന്നത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ്. നമ്മളെ കൂടുതൽ പോളിഷ് ചെയ്ത് നമ്മളൊരു സോളാണ് എന്ന തിരിച്ചറിവിലേക്ക്, അതായത് സോളിന് വേണ്ടത് ജ്ഞാനമാണ് സോളിന് വേണ്ടത്. അതുപോലെ തന്നെ അതിന് വേണ്ടത് എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ച് കയറുക, അതായത് ആ ഒരു പരബ്രഹ്മത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് സോളിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ മോക്ഷം ലഭിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുതന്നെ. ഒരുപാട് ജന്മങ്ങൾ എടുത്ത് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടും തിരിച്ച് ആ പരബ്രഹ്മത്തിലേക്ക് എത്താതിരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളാണ് കാർമിക്സ്. സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെപ്പോലെ തന്നെ അതേ പരബ്രഹ്മത്തിൽ നിന്നും വന്ന് ആ ഒരേ ഒന്നിൽ നിന്ന് തന്നെയാണ് എല്ലാവരും വരുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ബുദ്ധിമുട്ടുകൾ ഞാൻ നിനക്ക് തരാം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിനക്ക് പഠിക്കാൻ പറ്റും, നിനക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരു സോളുമായി മറ്റൊരു സോള് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു 3D ലൈഫിൽ നമ്മുടെ ബോധം നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സോളിന് അത്രയും മെച്യൂരിറ്റി ഉള്ളൂ. നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് ഈ കർമ്മ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമുക്കിത് മനസ്സിലായി, ഇതിന് വേണ്ടിയിട്ടാണ് കാർമിക്സ് നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമ്മൾ കർമ്മ ക്ലിയർ ആൻഡ് ഫോർഗിവൻസ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോപ്പോണോപോണോ ചെയ്ത് ആ ഒരു കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. കാരണം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമുക്ക് തിരിച്ച് മോക്ഷപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് നമുക്ക് ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി നമ്മൾ തന്നെ പിന്നെ കണ്ടെത്തും. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇവർ നമുക്ക് തരുന്നത്.
ഇത് നമ്മൾ റിയലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഇനി സോൾമേറ്റ്സ് ആണെങ്കിലോ, ഈ കാർമിക്സ് വന്ന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ട് തരുന്ന സമയത്ത്, നമ്മൾ വീണ് പോകുന്ന സമയത്ത് ഒരു കൈത്താങ്ങായി, ഒരു പിടുത്തമായി നമ്മുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആയിട്ട് ഇവർ വരും. ചിലപ്പോൾ നമ്മുടെ പേരൻസായിട്ട്, പക്ഷേ പേരൻസായിട്ട് വളരെ റെയറായിട്ടാണ് പേരൻസും സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടാവുക. നമ്മുടെ കാർമിക്സാണ് നമ്മുടെ ചുറ്റിലും, നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ കാർമിക്സ് ആയിരിക്കും. മെജോറിറ്റി നമ്മുടെ കാർമിക്സ് ആയിരിക്കും. പിന്നെ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എന്താണോ, ഇതൊക്കെ നമ്മൾ റീപേ ചെയ്യേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സോൾമേറ്റ്സ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്കുഞ്ഞിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പൂച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കിളികളായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് അവരെത്തുക. നമുക്ക് സ്നേഹിക്കാൻ, നമ്മളെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ അവർ വരും. സോൾമേറ്റ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് പോലും നമുക്ക് ഒരു കൈത്താങ്ങായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. ബട്ട് കാർമിക്സാണ് നമ്മളെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ച് അതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരികയും നമ്മളെ കൂടുതൽ പോളിഷ്ഡ് ആക്കാൻ വേണ്ടി ഇവർ സഹായിക്കുകയും ചെയ്യും. സഹായിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നിട്ടാണ് സഹായിക്കുന്നത്, അത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സോൾ ഷോക്ക് നമുക്ക് തരും, അത് മിക്കപ്പോഴും കാർമിക്സാണ് തരിക. നല്ലൊരു ഒരു സ്നേഹബന്ധം, ഒരു പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്യുകയും അത് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആരാണോ നിങ്ങൾക്ക് കാർമിക്സായിട്ട് വരുന്നത്, ആ വ്യക്തി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സോൾ ഷോക്ക് തരും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിലൊരു ലെസൺ ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ലെസൺ നിങ്ങൾ പഠിച്ചില്ല എന്ന് കാണുന്ന സമയത്ത് നെക്സ്റ്റ് കാർമിക് വീണ്ടും വരും. മേ ബി സെയിം സിറ്റുവേഷൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ ചതിച്ചിട്ട് പോയാൽ ഇനി വരുന്ന ആളും അതേ രീതിയിൽ ചതിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ ആ ലെസൺ കംപ്ലീറ്റായി പഠിച്ചില്ല. ആ ലെസൺ പഠിക്കാൻ വീണ്ടും അടുത്തത് നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ മൂന്നാമത് വരുന്നത് ചിലപ്പോൾ ഒരു സോൾമേറ്റ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അതും ഒരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണ്. അവർ ചിലപ്പോൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവാം, ചിലപ്പോൾ വളരെ കുറച്ച് നാൾ വന്നു പോകുന്ന ട്വിൻ ഫ്ലെയിംസിനെ പറ്റിയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മുടെ സോളിനെ ഒന്ന് ഹയർ ആക്കാൻ വേണ്ടി, ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ വേണ്ടി വന്ന് കണ്ടു പോകുന്ന ആളുകൾ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന ആളുകൾ ഒരിക്കലും യാദൃശ്ചികമായിട്ട് വരുന്നതല്ല. നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ട്, നിങ്ങളുടെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇതുവരെയുള്ള ഏജ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര പേർ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും സ്റ്റേബിളായിട്ടുണ്ട്, ഇപ്പോഴും നിലനിന്ന് പോകുന്ന എത്ര പേരുണ്ട്? പക്ഷെ വന്നു പോയ എത്ര പേരുണ്ട്? ആ വന്നു പോയ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാണ് അവർ വന്നത്? ഇതൊക്കെ ഒരു സോൾ കോൺട്രാക്റ്റാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ വന്ന് നിങ്ങളെ രക്ഷിച്ച് അവർ പോകും. ഇനി ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാവാം. ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്കൊരു പണി തന്നിട്ട് പോകുന്ന ആൾക്കാർ, ഇതും നമ്മുടെ കാർമിക്സാണ്. എന്തിനാണ് ഇങ്ങനെ പണി കിട്ടുന്നത്? നമുക്കവിടെ ഒരു ലെസൺ ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ഓവറായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, അതായത് തരണം ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുക, നമ്മൾ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, ഇതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോൾ കോൺട്രാക്റ്റിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസിയായ കാര്യം അല്ല. കാരണം നമ്മുടെ സോള് ഓൾറെഡി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടാണ് ഈ ഭൂമിയിലോട്ട് ജനിക്കുന്നത്. ആ കോൺട്രാക്റ്റിനെയാണ് നമ്മുടെ ബോധം വച്ചുകൊണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്.
ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സോളിനാണ് ബോധമുള്ളത്, ഓപ്പോസിറ്റ് സൈഡിലുള്ള സോളിന് അത്രയും മെച്യൂരിറ്റി ആയെന്ന് വരില്ല. സോ ഈ ഒരു സോൾ കോൺട്രാക്റ്റിൽ നിന്നും അവരും നമ്മളും തമ്മിൽ പിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കൃത്യമായ മെഡിറ്റേഷനിലൂടെ, കൃത്യമായ പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നതിലൂടെ ഇത്തരം കാർമിക്സ് ഒഴിഞ്ഞു പോവും. ഇനി ലൈഫ് ലോങ് ആയിട്ടാണ് അവർ സോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരും. അതായത് നമ്മളെ ഓവറായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും മാറി നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ക്യാരക്ടർ മാറും. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഹോപ്പോണോപോണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമുക്ക് സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രിക് കോഡ് കണക്ഷൻ കട്ട് ചെയ്യുന്നതിലൂടെ സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാം. കർമ്മ ക്ലിയർ ആൻഡ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാം. അതുപോലെ കാർമിക്സിൻ്റെ ക്യാരക്ടറിൽ മാറ്റം വരുത്താം. നമ്മളുമായിട്ട് ഒഴിഞ്ഞു പോവേണ്ടുന്ന കാർമിക്സ് ആണെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ കഴിയുമ്പോഴത്തേക്കും അവർ പോവും. ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളും അവരും തമ്മിൽ ഡീപ്പ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം. ഈ ചില ഭാര്യമാരുടെ കേസിലാണ് ഞാനത് കൂടുതലായിട്ട് കണ്ടത്. ഭർത്താവ് ഭയങ്കര തല്ലും വഴക്കും മദ്യപാനവും എന്ന് വേണ്ട ഇനിയൊരു ബുദ്ധിമുട്ട് ഈ സ്ത്രീക്ക് വരുത്താനുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തോടുള്ള, ആ വ്യക്തിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ഇത് സഹിച്ച് നിൽക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിലൂടെ. ഈ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്കിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡിറ്റാച്ച്ഡായിട്ട് നിന്നിട്ട് വേണം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ. അത് മറ്റൊരു സോളാണെന്നും ഇത് സോൾ കോൺട്രാക്റ്റ് ആണെന്നൊരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാറ്റം വരും. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഈ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റി വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിഗണനയും തന്നുകൊണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ക്യാരക്ടർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യമാണ് റേക്കി വെച്ചിട്ട് നമുക്ക് കാർമിക്സിൻ്റെ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്താൻ പറ്റും. നല്ല രീതിയിൽ പറ്റും. കാരണം നിരന്തരമായ സാധന ഇതിന് അത്യാവശ്യമാണ്. ഒരു ഹീലിംഗ് ആയിട്ട് എടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. റേക്കി പഠിച്ച ആളുകൾക്ക് നിരന്തരമായിട്ട് നമ്മൾ അവരെ ബ്ലസ് ചെയ്യുന്നതിലൂടെയും, ഇപ്പോൾ ഒരു മോശം സ്വഭാവമുള്ളൊരു കുട്ടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിലൊരു കാർമിക് കണക്ഷൻ ഉണ്ട്. അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി നമുക്ക് ജനിക്കുന്നത്. സോ ഈ കുട്ടിയുടെ ഈ ഒരു ക്യാരക്ടറാവാം, അവരുടെ പെരുമാറ്റമാവാം, അവരുടെ എന്തെങ്കിലും പ്രവൃത്തികളാവാം നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ മാറിക്കിട്ടാൻ നമുക്ക് റേക്കി ഉപയോഗിച്ച് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റും. അവർ നല്ല സ്വഭാവത്തിലേക്ക് വരികയും നമ്മളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കുറച്ച് സ്ലോ പ്രോസസ്സാണ്. കാരണം നേരത്തെ മുൻകൂട്ടി നമ്മൾ പറയാറില്ലേ, ഈശ്വരൻ മുൻകൂട്ടി നിശ്ചയിച്ചത് എന്താണോ അത് അങ്ങനെ നടക്കുള്ളൂ. അതിത് തന്നെയാണ്, വേറൊന്നുമല്ല. സോ ഈ സോൾ കോൺട്രാക്റ്റ് എന്താണെന്നും ഇതിനെന്തുമാത്രം ഡെപ്ത് ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് കാർമിക്സുമായിട്ട് അല്ലെങ്കിൽ കാർമിക്സ് റിലേഷൻഷിപ്പിൽ പെട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ലോവർ സെൽഫിൽ നിന്നും ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് വന്ന ആളുകളാണ് ഇവർ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവരെ ശപിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക, ഫോർഗീവ്നെസ് കൊടുക്കുക, ഫോർഗീവ് ചെയ്യുക. എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കുക. മനസ്സിലാക്കുക, നിങ്ങളുടെ അത്രയും സോളിൻ്റെ മെച്യൂരിറ്റി അവർക്കില്ല. നമ്മളും അവരും തമ്മിൽ ഏറ്റെടുത്ത കോൺട്രാക്റ്റാണിത്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു, അവരത് മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ അടുത്ത് ക്ഷമിക്കാൻ ശ്രമിക്കുക.
എത്രത്തോളം നിങ്ങൾ അവരുടെ അടുത്ത് ക്ഷമിക്കാൻ ശ്രമിക്കുന്നോ അത്രയും നല്ല രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറും, അവർ നിങ്ങളെ പരിഗണിക്കും. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബീജമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കുറേ കാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, ഈവൻ രേഖയാണെങ്കിൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് ഭയങ്കര ഹെവിനെസ് തോന്നുന്നു, താങ്ങാൻ പറ്റാത്ത പെയിൻ ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് നിങ്ങളുള്ളത്. ഇപ്പോൾ എല്ലാം ക്ലിയർ ചെയ്യുകയാണ്, എല്ലാ ചക്രാസും നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണ്, എല്ലാ ബ്ലോക്കുകളും നിങ്ങൾ മാറ്റുകയാണ്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇമോഷണൽ ബ്ലോക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് അവരോടുള്ള ദേഷ്യവും അവരോടുള്ള പകയും വെറുപ്പും എങ്ങനെ പണികൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നെഞ്ചത്തൊരു ഭാരം, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ ഭാരം എടുത്തങ്ങ് മാറ്റി വെച്ചാൽ പോരെ? നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങൾക്കും ഇമോഷണലി ഒരു കണക്ഷനുണ്ട്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഉടനെ വൈകാതെ തന്നെ ചെയ്യാം. സോ ഈ ഒരു പെയിൻ, ഈ ഒരു ഹെവിനെസ് നമുക്ക് തോന്നുന്നത് നമ്മളൊരുപാട് പേർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാനുണ്ട്. അതിന് നമ്മുടെ ബോഡി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ഹെവിനെസ് തന്നിട്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പറയാറില്ലേ, ചില ബുദ്ധിമുട്ടുകൾ, ചില വിഷമങ്ങൾ ഒരാളടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെഞ്ചത്തുനിന്നൊരു ഭാരം എടുത്ത് വെച്ച ഫീലാണെന്ന്. എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നേ? നിങ്ങളത് സംസാരിച്ച് ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മളെടുത്ത് തെറ്റ് ചെയ്ത ആളുകളെടുത്ത് നമ്മളങ്ങ് ക്ഷമിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാക്ടിക്കലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിരന്തരമായ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ലക്ഷ്യം വയ്ക്കുക, നമ്മുടെ സോൾ തിരിച്ച് പരമാത്മാവിലേക്ക് ലയിക്കേണ്ടതാണ്. ഞാൻ പ്യുവറായാൽ മാത്രമേ അവിടേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ. സോ പറ്റുന്നത്ര നിങ്ങൾ ക്ഷമിക്കുക എന്ന് വിചാരിച്ച് എന്ത് തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കുക എന്നല്ല പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അതിങ്ങനെ നമ്മുടെ നെഞ്ചിൽ ഭാരമായി കൊണ്ട് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല. തെറ്റ് കണ്ടാൽ നമുക്ക് പറയാം, പക്ഷേ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ആരോടെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റബോധമായി നമ്മൾ മനസ്സിൽ പേര് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അതൊരു സോൾ കോൺട്രാക്റ്റാണ്. നമ്മളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്കൊരു ലെസൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സോളിൻ്റെ അടുത്ത് നമ്മൾ ക്ഷമാപണം നടത്തണം. കുറ്റബോധം വേണ്ട, ക്ഷമാപണം നടത്തുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഹെവിനെസ് നമുക്ക് മാറിപ്പോവും. വളരെ നല്ല രീതിയിൽ ആ സോൾ കോൺട്രാക്റ്റ് മാറുകയും ചെയ്യും. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന അതേ വ്യക്തിയിൽ നിന്നും വളരെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സോൾ കോൺട്രാക്റ്റിനെ പറ്റി ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.